ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീനാസ് വീടിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ കൊണ്ടുള്ള ഒരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പാലപ്പമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പാലപ്പത്തിനോട് കഴിക്കാൻ വേണ്ടി വളരെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഉള്ളി ചട്നിയും കൂടി ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ആദ്യമായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വറുത്ത റവയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കപ്പ് ചോറാണ് കേട്ടോ. അപ്പോൾ ഇത് മട്ട അരിയുടെ ചോറാണ്. നമുക്ക് ഇതിന് പകരം അവില് വേണമെങ്കിലും എടുക്കാം. വെള്ള അവിലോ റോസ് അവിലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചോറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കപ്പ് പുളിയില്ലാത്ത കട്ട തൈരാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലപ്പം നമ്മൾ 7-8 മണിക്കൂർ പുളിപ്പിച്ചൊന്നുമല്ല തയ്യാറാക്കിയെടുക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു പാലപ്പമാണ് കേട്ടോ. അരച്ച ഉടൻ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു പാലപ്പമാണ്. അപ്പോൾ ഞാൻ കട്ട തൈരും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റവയും ഇതെല്ലാം കൂടി കുതിർന്ന് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തു. കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മൊത്തം കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 5-10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ വെള്ളമെല്ലാം ഈ റവ വലിച്ചെടുത്തിട്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതാ നമ്മുടെ റവ നന്നായിട്ട് വെള്ളമൊക്കെ വലിച്ച് ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റവയൊക്കെ ആ വെള്ളമൊക്കെ വലിച്ച് എടുത്തിട്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ സ്പൂണിൽ നിന്നൊക്കെ അടർന്ന് വീഴുന്ന ഒരു സ്റ്റേജിലാണ് നമുക്ക് ഇതിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ആ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കുതിർത്തെടുത്ത റവ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മൊത്തം ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാലിന് പകരം സാദാ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം ഞാൻ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യം പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒത്തങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം റവ കുതിർക്കാൻ വെച്ചിരുന്ന പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജാറും കൂടി കഴുകിയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ബാക്കിയുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുലുക്കി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ജാറിൽ ഒഴിച്ചിട്ട് അതുപോലെ കുലുക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറക്റ്റ് തിക്നെസ്സാണേ. ഇനി പാലോ വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അഥവാ നമ്മൾ ഈ പാലപ്പം ഒന്ന് റെഡിയാക്കുന്ന സമയത്ത് അതൊന്ന് തിക്കായി പോയാൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ അപ്പത്തിന്. ഇനി നമുക്കെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലപ്പത്തിനുള്ള കറക്റ്റ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപടി തന്നെ നമുക്ക് പെട്ടെന്ന് പാലപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ പാലപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു ദോശത്തവ നമുക്ക് ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഈ സമയം. അപ്പോൾ ഒരു സ്പൂണ് മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് മീതെ പുറം ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിറയെ ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മീതെ പുറം നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറുപുറവും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ പാലപ്പം രണ്ട് പുറവും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അടുത്ത ദോശയും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക. ആദ്യം എണ്ണ ഒന്ന് പുരട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു തവി മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യോ നല്ല വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ നമുക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ അതാ നിറയെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ മറുപുറവും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പോൾ നമുക്കിതൊന്ന് തവയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ചുട്ടെടുത്തേ. അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള പാലപ്പം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു പാലപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വളരെ കോമ്പിനേഷനായിട്ടുള്ള ഒരു ഉള്ളി ചട്നിയും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് 2 സവാള ഒന്ന് ഇത്തിരി വലിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നൈസായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വാടി കിട്ടുമ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുക്കും. അതുകൊണ്ട് നമുക്ക് ഇത് വലിയ പീസായിട്ട് അരിഞ്ഞ് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയുടെയും തേങ്ങയുടെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടണം. അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് മൂത്ത് കിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ചട്നിക്ക്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചട്നിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി നല്ല എരിവില്ലാത്ത 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമുളകും കൂടി ഒന്ന് മാറുന്നതിന് വേണ്ടി നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും തേങ്ങയും എല്ലാം കൂടി നമുക്കിതിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അതാ എല്ലാം കൂടി ജാറിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം.
അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് വറകും കൂടി താളിച്ചൊഴിച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഒരു ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് നേരെ നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഈ റവ കൊണ്ട് ഉണ്ടാക്കിയ പാലപ്പത്തിൻ്റെ കൂടെ ഈ ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആണ്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായി. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ റവ കൊണ്ടുണ്ടാക്കിയ പാലപ്പവും അതുപോലെ തന്നെ ഉള്ളി ചട്നിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് നമ്മൾ ഒന്ന് വരവി വെച്ചിട്ട് പുളിക്കാൻ വെക്കുകയോ ഒന്നും വേണ്ട. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്. അപ്പോൾ അതിനോട് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചട്നിയും കൂട്ടി തിന്നാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പമാണ്. അപ്പോൾ ഇതാ ഒന്ന് ഞാനെടുത്ത് ഒന്ന് കാണിച്ചു തരാം. എത്ര നമ്മൾ ചുരുട്ടിയെടുത്താലും ഇത് ഒന്നും ഒന്ന് കീറിപ്പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ, ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല ഈസി ആയിട്ട് പിച്ചിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.